കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ പ്രിയങ്കരനായ ബഹുമാന്യനായ മാത്യൂസ് മാർ അത്താനാസിയോസ് തിരുമേനി, കാതോലിക്കേറ്റ് MD സ്കൂൾസിന്റെ മുൻ മാനേജറും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സീനിയർ മെത്രാപ്പോലിത്തായുമായിരിക്കുന്ന ഞങ്ങളുടെ ഗുരുഭൂതൻ തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പോലിത്ത തിരുമേനി, പുതിയ പ്ലാറ്റിനം ജൂബിലി ബ്ലോക്കിന്റെ സമർപ്പണത്തിനായി ഇവിടെ എത്തിച്ചേരുന്ന സംസ്ഥാന എക്സൈസ് ഫിഷറീസ് പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ K. ബാബു അവറുകൾ, പ്ലാറ്റിനം ജൂബിലിയുടെ സ്മാരകമായി വടവുകോട് സ്കൂൾ ഏർപ്പെടുത്തിയ സ്നേഹാമൃതം ഭവന പദ്ധതിയുടെ താക്കോൽ ദാനം നിർവഹിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബ്, ഞങ്ങളിൽ ഒരാളായ ഞങ്ങളുടെ MLA അഡ്വക്കേറ്റ് VP സജീന്ദ്രൻ അവറുകൾ, ജില്ലാ പഞ്ചായത്തിന്റെ ആരാധനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി, ആശംസകൾ അർപ്പിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK അയ്യപ്പൻകുട്ടി അവറുകൾ, ഗ്രാമപഞ്ചായത്തിന്റെ ആരാധ്യയായ പ്രസിഡന്റ് ശ്രീമതി രമ സാജു അവറുകൾ, സ്വാഗത സംഘത്തിന്റെ ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പറുമായിരിക്കുന്ന ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി ശ്രീ TK പോൾ അവറുകൾ, വടവുകോട് പുത്തൻകുരിശിലെ ഇവിടുത്തെ വാർഡ് മെമ്പർ ശ്രീമതി ഷൈനി ഷാജി അവറുകൾ, ഞങ്ങൾക്കെപ്പോഴും പ്രചോദനമായിരിക്കുന്ന അഭിവന്ദ്യ മത്തായി ഡേനാൽ കോറബിസ്കോപ്പ, എത്തിച്ചേരുന്ന സഭയുടെ വൈദിക ട്രസ്റ്റി ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് അച്ഛൻ അവറുകൾ, ആരാധ്യരായ ജനപ്രതിനിധികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, വേദിയിലും സദസ്യരുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, രക്ഷാകർത്താക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2012 ഒക്ടോബർ മാസം 8-ാം തീയതി കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ PK അബ്ദുൾ റബ്ബ് ഉദ്ഘാടനം ചെയ്ത ജൂബിലി ആഘോഷങ്ങൾ ഇന്ന് ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. സമാപന യോഗത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുമ്പോൾ രാജർഷിയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങേയറ്റം അഭിമാനവും സന്തോഷവുമുണ്ട്. അതിലുപരി ദൈവം ചൊരിഞ്ഞ അതിശയകരമായ കരുണയ്ക്ക് മുമ്പിൽ നന്ദിയോടെ ഈ അവസരത്തിൽ ശിരസ് നമിക്കട്ടെ. ജൂബിലി ആഘോഷങ്ങളുടെ ആലോചന മുതൽ സമാപിക്കുന്ന ഇന്നുവരെ വടവുകോട്ടിലെ ജനത തന്ന നിർലോഭമായ സഹകരണം സ്വന്തം നാടിനെയും പൊതുവിദ്യാഭ്യാസത്തെയും സ്നേഹിക്കുന്നവർക്ക് എക്കാലവും ആവേശം പകരുന്നതാണ്. ജൂബിലി വർഷത്തിൽ നിറവേറ്റേണ്ട കടമകൾ ശരിയായ അർത്ഥത്തിൽ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും മാനേജ്മെന്റും ഒറ്റ ടീമായി നിർവഹിച്ചതിന്റെ വിജയമാണ് വിദ്യാലയത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലായി നമുക്ക് ഒരു ടീമായി ഏറ്റെടുക്കുവാനായിട്ട് സാധിച്ചത്. ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിജയപഥത്തിൽ എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമായ സംഗതിയാണ്. വ്യത്യസ്തമായ തലങ്ങളിലാണ് നമ്മൾ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. സാമൂഹ്യമായി ഇടപെടുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയിൽ, സോഷ്യൽ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നുള്ള നിലയിൽ നമുക്ക് സ്നേഹാമൃതം എന്ന ഭവന പദ്ധതി നടപ്പിലാക്കുവാനായിട്ട് സാധിച്ചു. ഏതാണ്ട് 4 ലക്ഷത്തിൽ രൂപയിൽ അധികം ചെലവ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കൂളിൽ തന്നെയുള്ള ഒരു വിദ്യാർത്ഥിനിക്ക് നമുക്ക് ഒരു വീട് വെച്ചു കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്. കുട്ടികളുടെ ശ്രമഫലമായി അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഹ്രസ്വചിത്രം നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് കുട്ടികളുടെ ആ തലത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായി കാണാവുന്നതാണ്. നിരവധി ക്യാമ്പുകൾ, നിരവധി മത്സരങ്ങൾ, അതുപോലെ തന്നെ സാന്ത്വനം പദ്ധതിയിലൂടെ നമുക്ക് ഏതാണ്ട് 1.5 ലക്ഷം രൂപയിൽ പരം സഹായം വിവിധ തലങ്ങളിൽ ഏറ്റവും ആവശ്യമുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് പ്ലാറ്റിനം ജൂബിലി എടുത്തു പറയേണ്ടതായ പ്രവർത്തനമാണ്. മദ്യം പോലെയുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് എല്ലാം തന്നെ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച പ്ലാറ്റിനം ജൂബിലി പരിപാടികളാണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ പറയുന്നതിൽ ഈ അവസരത്തിൽ സന്തോഷമുണ്ട്.
സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്നുള്ള നിലയിൽ അതിശയകരമായ പുരോഗതി നമുക്ക് ഈ ജൂബിലി വർഷത്തിൽ സംഘടിപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ്. പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണിതുകൊണ്ടിരുന്ന പ്ലാറ്റിനം ജൂബിലി മെമ്മോറിയൽ ബ്ലോക്ക് നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു. അതിൽ റൂമുകൾ സ്പോൺസർ ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ നന്നായി സാമ്പത്തികമായി സഹായിച്ചതുകൊണ്ടാണ് നമുക്ക് അതിന്റെ 2ാം നില ഒരു പരുവത്തിൽ പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തായുടെ സ്മരണ നിലനിർത്തുവാൻ വേണ്ടി സ്കൂളിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം ലൈബ്രറി നമുക്ക് പുനഃസംഘടിപ്പിക്കുവാനായിട്ട് സാധിച്ചു. ഏറ്റവും അത്യന്താധുനിക സൗകര്യങ്ങളോട് കൂടിയ ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല ഹയർ സെക്കൻഡറി ലൈബ്രറികളിൽ ഒന്നായി നമുക്ക് ഈ ലൈബ്രറി കോംപ്ലക്സിനെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതും പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ ഏറ്റവും പ്രസക്തമായി നമ്മൾ പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ സ്കൂൾ രംഗത്ത് നമുക്ക് ഏറ്റവും വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു IT ലാബ് നിർമ്മിക്കുവാൻ ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ തിരികൊളുത്തി ചെറിയ ഒരു സ്പാർക്കിനാണ് തിരികൊളുത്തിയത്. ഈ ഒരു സ്പാർക്ക് മുന്നോട്ട് പോയാൽ, ഈ ഒരു ചെറിയ തരിമ്പ് പ്രകാശം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, ഈ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചാൽ നമുക്ക് യാതൊരു തർക്കവുമില്ലാതെ പറയുവാനായിട്ട് സാധിക്കും, നമ്മൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ ജനകീയ ഇടപെടലുകളുടെ പുത്തൻ മാതൃകകളാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. ആ മാറ്റത്തിനായി നമുക്ക് കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കാതോലിക്കറ്റ് MD സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജറായിരിക്കുന്ന അഭിവന്യ മാത്യൂസ് മാർ തിയോഡോഷ്യസ് തിരുമേനിയാണ്. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ വളരെ സൗമ്യ ദീപ്തമായ സാന്നിധ്യമാണ് എപ്പോഴും തിരുമേനി ഞങ്ങൾക്ക് തരുന്നത്. തിരുമേനിയുടെ സാന്നിധ്യവും സംസാരവും ഒക്കെ തന്നെ എപ്പോഴും ഞങ്ങൾക്ക് അങ്ങേയറ്റം പ്രചോദനമേകുന്ന കാര്യമാണ്. അധ്യാപകനായിരുന്നു, പഴയ ഒരു ഹെഡ് മാസ്റ്റർ ആയിരുന്നു, അതിലുപരി ഒരു നല്ല ധ്യാന ഗുരുവാണ്. ബെഥനി സന്യാസ സമൂഹത്തിൽ നിന്നും ആ സന്യാസതയുടെ നൈർമല്യം എന്ത് എന്ന് അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് പലപ്പോഴും തിരുമേനിയുമായി ഇടപെടുമ്പോൾ സാധിച്ചിട്ടുണ്ട്. അത്ര നല്ല ഇൻസ്പിറേഷൻ ഞങ്ങൾക്ക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ തിരുമേനി മാനേജർ എന്നുള്ള അർത്ഥത്തിൽ തരുന്നു. ബഹുമാനപ്പെട്ട തിരുമേനി എല്ലാവിധമായ നന്മകളും ദൈവം തമ്പുരാൻ ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് രാജർഷിയുടെ കുടുംബത്തിലേക്ക് നിറഞ്ഞ ഹൃദയത്തോടെ രാജർഷി കുടുംബത്തിനു വേണ്ടി ഞങ്ങളുടെ ഇടയിലേക്ക് തിരുമേനിയെ സഹർഷം സ്വാഗതം ചെയ്യട്ടെ. ഇവിടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പരിശുദ്ധ കാതോലിക്ക ബാവയായിരുന്നു. പക്ഷേ ഇന്ന് തിരുമേനി രാവിലെ അത്യാവശ്യമായ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് രാവിലെ ഇവിടെ വന്നിട്ട് തിരുമേനി മടങ്ങിപ്പോയി. സഭയുടെ സീനിയർ ബിഷപ്പായിരിക്കുന്ന തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുമേനിയെ കുറിച്ച് പറയുമ്പോൾ മികച്ച അധ്യാപകൻ, ഞങ്ങളുടെ മുൻ മാനേജർ, അതുപോലെ തന്നെ അദ്ദേഹം കാതോലിക്കറ്റ് MD സ്കൂൾ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഭരിച്ച ഒരു 10 വർഷക്കാലം ഈ മാനേജ്മെന്റിന്റെ സുവർണ കാലഘട്ടം എന്നാണ് ഞങ്ങൾ അധ്യാപകർ വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും നല്ല കെട്ടിടങ്ങൾ ഉണ്ടായത്, ഹയർ സെക്കൻഡറികൾ സ്കൂളുകളിലേക്ക് കൂടുതലായി വ്യാപിപ്പിക്കാൻ കഴിഞ്ഞത്, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട് തുറന്ന കത്ത് കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പൊതു ചർച്ച ഉണ്ടാക്കി വെക്കാനുള്ള ശ്രമം തിരുമേനി ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നുള്ള തരത്തിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും തങ്കലിപികൾ എഴുതിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് തിരുമേനിയുടെ മാനേജർഷിപ്പ് എന്ന് പറയുന്നത്. ആ കാലഘട്ടം അനുഭവിക്കാനുള്ള ഭാഗ്യം അധ്യാപകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ബറോഡയിൽ തിരുമേനി നടത്തുന്ന സ്കൂളുകളിലേക്ക് ഇവിടെ നിന്ന് അധ്യാപകരെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ പോകാനുള്ള ഭാഗ്യവും ബലഹീനനായി എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവിടെയൊക്കെ കണ്ട പല കാര്യങ്ങളും ബലഹീനനായി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പലപ്പോഴും സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. തീർച്ചയായും ഞങ്ങളെ ഇന്നും ഇൻസ്പയർ ചെയ്യുന്ന ഞങ്ങളുടെ മുൻ മാനേജർ അഭിവന്യ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയെ രാജർഷി കുടുംബത്തിലേക്ക് നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ സ്കൂളിന്റെ ഒരു ദീർഘകാല സ്വപ്നമായിരുന്നു പുതിയ ഹയർ സെക്കൻഡറി ബിൽഡിംഗ് ഉണ്ടാവുക, പുതിയ സ്കൂൾ ബിൽഡിംഗ് ഉണ്ടാവുക എന്നുള്ളത്. അതിന്റെ ഭാഗമായി പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ തന്നെ നമ്മൾ നിർമ്മാണം ആരംഭിക്കുകയും പ്ലാറ്റിനം ജൂബിലി സമാപിക്കുന്ന ഈ സമയത്ത് ബിൽഡിംഗ് നമുക്ക് സമർപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്തതിന്റെ ഭാഗമാണ്. ആ പ്ലാറ്റിനം ജൂബിലി ബ്ലോക്ക് ഇന്ന് നമുക്കായി തുറന്നു തന്ന് നമുക്കായി സമർപ്പിക്കുന്നത് കേരളത്തിന്റെ പ്രിയങ്കരനായ മന്ത്രി ശ്രീ കെ ബാബു അവറുകളാണ്. മികച്ച ഭരണകർത്താവ് എന്നുള്ള നിലയിൽ
വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട കെ ബാബു അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തീർച്ചയായും ദീർഘകാലത്തെ ജനസേവന പാരമ്പര്യത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട മന്ത്രി. എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായ നിരവധി പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ഒരുപാട് കുട്ടികൾ അനുഭവവേദ്യമായിട്ടുണ്ട്. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, വിദ്യാലയങ്ങളിൽ ആന്റി നാർക്കോട്ടിക് സെല്ലുകൾ, ക്ലബ്ബുകൾ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി വിദ്യാഭ്യാസപരമായ നേതൃത്വം കൊടുക്കുന്ന നല്ല ഭരണകർത്താവായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ എക്സൈസ്, തുറമുഖ, ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബു സാർ അവരുകളെ നിറഞ്ഞ ഹൃദയത്തോടെ രാജർഷി കുടുംബത്തിന്റെ മധ്യത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞങ്ങളുടെ MLA ആണ് ശ്രീ VP സജീന്ദ്രൻ. ഞങ്ങൾ അത് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് ഒരു ഇന്റിമസി ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ MLA എന്ന് കൂടെ പറയുന്നത്. ഞങ്ങളുടെ MLA എന്ന് ഞങ്ങൾക്ക് സ്നേഹത്തോടെ വിളിക്കാനായിട്ട് സാധിക്കും. ഒരു ജനപ്രതിനിധി ഏത് വിധമാണ് തന്റെ മണ്ഡലത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഇടപെടുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് അഡ്വക്കേറ്റ് VP സജീന്ദ്രൻ എന്നുള്ളത്. നമ്മുടെ സ്കൂളിലെ തന്നെ കാര്യം പറഞ്ഞാൽ വളരെ സുസജ്ജമായ ഒരു ലാംഗ്വേജ് ലാബ് കൊച്ചിൻ റിഫൈനറിയുമായി ചേർന്നുകൊണ്ട് ഒരു ലാംഗ്വേജ് ലാബിന്റെ പ്രവർത്തനത്തിന് ബഹുമാനപ്പെട്ട MLA തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ രാജർഷി സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഓഡിറ്റോറിയത്തിന്റെ ഇടതുഭാഗത്തായി വളരെ ജലലഭ്യതയുള്ള ഒരു കുഴൽക്കിണർ റോഡ് ഫണ്ടിൽ നിന്നും ഈ വർഷം MLA അനുവദിച്ചു തന്നുകൊണ്ട് മുഴുവൻ കുടിവെള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണിച്ചു തന്നു. അതുപോലെ ഈ വർഷം 5 കമ്പ്യൂട്ടറുകളാണ് ലാംഗ്വേജ് ലാബിന്റെ ഭാഗമായി സ്കൂളിലേക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളിൽ ഒരാളായ ഞങ്ങളുടെ സഹോദരനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി രാജർഷിയുടെ മണ്ണിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യട്ടെ. എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ മന്ത്രി അനൂപ് ജേക്കബ്, ജനപ്രതിനിധിയായും മന്ത്രിയായും കുറഞ്ഞ നാളത്തെ പ്രവർത്തന മികവെങ്കിലും വളരെ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പാരമ്പര്യമായി കിട്ടിയ നേതൃത്വ ഗുണത്തിന്റെ ഉടമയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട അനൂപ് ജേക്കബ് അവരുകളെ നിറഞ്ഞ ഹൃദയത്തോടെ രാജർഷിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഉടൻ തന്നെ എത്തിച്ചേരുന്ന ജില്ലാ പഞ്ചായത്തിന്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ എൽദോസ് കുന്നപ്പള്ളി അവരുകളെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വടവുകോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും ഞങ്ങളുടെ രക്ഷകർത്താവും ഈ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിറഞ്ഞ സാന്നിധ്യവുമായ ശ്രീമതി രമ സാജു അവരുകളെ രാജർഷിയുടെ കുടുംബത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പറും പ്ലാറ്റിനം ജൂബിലി ആഘോഷ കമ്മിറ്റികളുടെ ചെയർമാനുമായിരിക്കുന്ന ശ്രീ TK പോൾ അവരുകൾ, ഞങ്ങൾ പോളിയേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഒരു അച്ചടക്ക പ്രശ്നമുണ്ടെങ്കിൽ, അതല്ല സ്കൂളിൽ ഏതെങ്കിലും ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടണമെങ്കിലും ഒക്കെ തന്നെ നിറസാന്നിധ്യമായി ഈ സ്കൂളിൽ എപ്പോഴും ഉള്ള ശ്രീ TK പോളിയേട്ടനെ വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വാർഡിന്റെ മെമ്പർ ശ്രീമതി ഷൈനി ഷാജി അവരുകളെ വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പറായിരിക്കുന്ന ശ്രീ EM നവാസ് അവരുകളെ ഞങ്ങളുടെ ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. സാമ്പത്തിക രംഗത്ത് വലിയ ഒരു സപ്പോർട്ടാണ് അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്യുന്നത്. വലിയ സന്തോഷത്തോടെ അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് എപ്പോഴും ഇൻസ്പിറേഷൻ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മത്തായി ഇടയനാൽ കോർ എപ്പിസ്കോപ്പ അവരുകൾ ഈ യോഗത്തിൽ ഈ സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ സംഭാവനയാണ് അച്ഛന്റെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ സ്കൂളിന് ലഭിച്ചത്. ഗ്രിഗോറിയസ് തിരുമേനിയുടെ നാമധേയത്തിൽ ഇന്ന് രാവിലെ തന്നെ സമർപ്പിക്കപ്പെട്ട ഉദാശ ചെയ്യപ്പെട്ട ലൈബ്രറി ബ്ലോക്കിന്റെ മുഴുവൻ സാമ്പത്തിക ചെലവും ഇടയനാൽ ഫാമിലിയിൽ നിന്നാണ് ഞങ്ങൾക്ക് സ്കൂളിന് വേണ്ടി കോൺട്രിബ്യൂഷനായി തന്നത്. അതിന് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട മത്തായി ഇടയനാൽ അച്ഛനാണെന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അച്ഛനെ വളരെ അഭിമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മാനേജ്മെന്റിന്റെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ജേക്കബ് കുര്യനച്ചൻ, ഈ സ്കൂളിന്റെ തന്നെ ഈ കുടുംബത്തിന്റെ അംഗമാണ്. ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യനച്ചനെ സന്തോഷത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദീർഘനാളത്തെ സേവനത്തിന് ശേഷം ഈ സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർ
ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട മേരി ടീച്ചറെ വളരെ സന്തോഷത്തോടെ, ഞങ്ങൾക്ക് എപ്പോഴും ഞാൻ ടീച്ചർ റിട്ടയർ ആകുകയാണ് എന്ന് കേട്ടപ്പോൾ എനിക്ക് അതിശയമായിരുന്നു. കാരണം ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട എക്സിബിഷൻസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ടീച്ചറിന്റെ നേതൃത്വം കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. തീർച്ചയായും ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ബഹുമാനപ്പെട്ട ടീച്ചറെ വളരെ സന്തോഷത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പബ്ലിസിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന ശ്രീ മോൻസി ബാബച്ചൻ അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അലൂമിനി അസോസിയേഷൻ ഏതൊരു സ്കൂളിന്റെയും വളരെ കാതലായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒന്നാണ്. അലൂമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീ ഗീവർഗീസ് ബാബു അവരുടെ, ട്രഷററായി പ്രവർത്തിക്കുന്ന ശ്രീ ഗീവർഗീസ് ബാബു അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അലൂമിനി അസോസിയേഷന്റെ നട്ടെല്ലായി നിന്നുകൊണ്ട് അതിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ഡോക്ടർ TM ജോസ് സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സ്കൂൾ മാനേജ്മെന്റ് ബോർഡിന്റെ പ്രതിനിധിയായിരിക്കുന്ന ശ്രീ കുര്യാക്കോസ് തണ്ണിക്കോട്ട് അച്ഛനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ക്രിയാത്മകമായി നേതൃത്വം കൊടുക്കുന്ന PTA തലവനായി പ്രവർത്തിക്കുന്ന, 2 വർഷമായി PTA കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ സ്കൂളിന്റെ പ്രവർത്തനം ഇത്രയും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. എല്ലാ ദിവസവും സ്കൂൾ അധികാരികളുമായിട്ട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു PTA നമുക്കുണ്ട്. ആ PTA ചടുലനായ പ്രസിഡന്റ് ശ്രീ MN ഗോവിന്ദൻകുട്ടി അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഹോദര സ്ഥാപനമായ RMTTIയിലെ പ്രിൻസിപ്പൽ ശ്രീമതി ശോഭന ടീച്ചറെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ രക്ഷാകർത്താക്കളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനമായിരുന്നു. അത് ഏറ്റവും ഗംഭീരമായി നമുക്ക് നടത്തിയെടുക്കുവാനായിട്ട് സാധിച്ചു. ആ പൂർവ്വ വിദ്യാർത്ഥികളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നാട്ടുകാർ, പൂർവാധ്യാപകർ, വൈദികർ, അധ്യാപകർ, മുൻ അധ്യാപകർ, വിദ്യാർത്ഥികൾ, നമ്മുടെ സഹോദര സ്ഥാപനമാണ് തൊട്ടടുത്ത LP സ്കൂൾ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം, ഞങ്ങളുടെ സ്ഥാപനം തന്നെയാണ്, ഒരു സ്ഥാപനം പോലെയാണ്, ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥാപനത്തിലെ ബഹുമാന്യനായ ഹെഡ് മാസ്റ്റർ ശ്രീ CK രാജൻ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചലച്ചിത്ര രംഗത്ത് ഉയർന്നു വരുന്ന യുവ പ്രതിഭയായ ശ്രീ വിഷ്ണു മധു അവരുടെ ഈ യോഗത്തിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസറായ BRCയുടെ BPO ആയിരിക്കുന്ന ശ്രീമതി സലോമി തോമസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ഈ വാക്കുകളിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.